ഹലോ, എന്റെ പേര് അസ്ന ഹുസൈൻ. ഞാൻ ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലെ അലുമിനായി ആണ്. ഇപ്പോൾ പ്രസന്റ്ലി അസീം പ്രൈമറി യൂണിവേഴ്സിറ്റിയിൽ MA ഡെവലപ്മെന്റ് ചെയ്യാണ്. അപ്പൊ ഞാനിന്ന് എത്തിയിട്ടുള്ളത് നിങ്ങളുമായിട്ട് എന്റെ ജാമ്യയിലോട്ടുള്ള ജേർണി ഷെയർ ചെയ്യാനാണ്. അപ്പൊ ജാമിയ മില്ലിയ ഇസ്ലാമിയ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ. അപ്പൊ ഞാനും അങ്ങനെ ഒരാളായിരുന്നു. ജാമ്യയിൽ പഠിക്കുന്ന ഓരോ ആൾക്കാർക്കും ഓരോ കഥകൾ ഉണ്ടാവും ജാമ്യയിലോട്ട് എത്തിയത്. അപ്പൊ എനിക്കും അങ്ങനത്തെ കഥയുണ്ട്. ആ ഒരു ചെറിയ കഥ നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. എന്റെ 12th കഴിഞ്ഞത് 2020-ലാണ്. ആ സമയത്താണ് കൊറോണ തുടങ്ങിയത്. അപ്പോ ആ സമയത്ത് റിസൾട്ട്സ് വരാനൊക്കെ ഡിലേ ആയി. എന്നിട്ട് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ വിമൻസ് കോളേജിൽ BA എക്കണോമിക്സിന് അഡ്മിഷൻ എടുക്കണ്ടായി. ആ ഒരു സമയത്താണ് ഞാൻ ജാമ്യയെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയത്. കുറച്ചൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും ജാമ്യയിലെ കമ്മ്യൂണിറ്റിയെ കുറിച്ചും ജാമ്യയിലെ ലൈബ്രറിയെ കുറിച്ചും ജാമ്യയിലെ മനുഷ്യന്മാരെ കുറിച്ചും ഒക്കെ അറിയാൻ തുടങ്ങിയത് ആ ഒരു സമയത്താണ്. അപ്പൊ എനിക്കും തോന്നി എനിക്ക് അവിടെ പഠിച്ചാൽ കൊള്ളാന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷെ എങ്ങനെയാ തുടങ്ങുക, ആരെയാ അപ്രോച്ച് ചെയ്യേണ്ടേ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് റിസോഴ്സസും അവൈലബിൾ അല്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് അവിടെ പഠിക്കണം എന്ന് എന്തോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഡൽഹി എന്നുള്ള സ്ഥലത്തോട്ട് ചെറുപ്പം മുതലേ അവിടെ പോകണം, അവിടെ കാണണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഒപ്പമായി ജാമ്യ. അങ്ങനെ ജാമ്യയെ കുറിച്ച് ഒരുപാട് കേൾക്കാൻ തുടങ്ങി, ഒരുപാട് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞാൻ തീരുമാനം എടുക്കുകയാണ് വിമൻസ് കോളേജ് ക്വിറ്റ് ചെയ്തിട്ട് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ബാക്കി എക്സാംസ് ഒക്കെ എഴുതി നോക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ എക്സാം എഴുതാണ്. ആ എക്സാം എഴുതിയത് തന്നെ വളരെ യാദൃശ്ചികമായിട്ടാണ്. ലാസ്റ്റ് ഡേറ്റിന്റെ അന്നാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതും എനിക്ക് ഒരു എത്തും പിടിയില്ല ഏത് കോഴ്സിന് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോ പ്രോസ്പെക്ടസിൽ കണ്ട ഏതൊരു കോഴ്സ് ഇന്റഗ്രേറ്റഡ് MA SEAL എന്ന് പറഞ്ഞൊരു കോഴ്സിന് അപ്ലൈ ചെയ്യാണ്. അതിന് അപ്ലൈ ചെയ്തു. എന്നിട്ട് ആ ഒരു കൊറോണയുടെ ടൈമിൽ തന്നെ പോയി എക്സാം എഴുതി. ആ കോഴ്സിന് ആകെ 20 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എഴുതുന്നത് 2ാമത്തെ ബാച്ചിലോട്ടായിരുന്നു. അങ്ങനെ ഞാൻ വിമൻസ് കോളേജിൽ ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ അതിന്റെ റിസൾട്ട് വന്നു. അതിന്റെ റിസൾട്ട് വന്നപ്പോഴോ എനിക്ക് സെക്കൻഡ് ലിസ്റ്റിൽ കിട്ടി. അങ്ങനെ തീരുമാനിക്കുകയാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണല്ലോ, വിമൻസ് ആണെങ്കിലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഞാനും തീരുമാനിച്ചു ഞാൻ ഇവിടുന്ന് ക്വിറ്റ് ചെയ്യാൻ പോവാണ്, എന്നിട്ട് പോണ്ടിച്ചേരിയിൽ പോവാൻ പോവാണെന്നുള്ളത്. പക്ഷെ അത്ര വെൽക്കമിങ് ആയിരുന്നില്ല. വീട്ടിലൊരു അറ്റ്മോസ്ഫിയർ അത്ര വെൽക്കമിങ് ആയിരുന്നില്ല. കാരണം ആരായാലും നാട്ടിൽ പഠിക്കുക, ആ ഒരു കംഫർട്ടിൽ പഠിക്കുകയാണ് വീട്ടുകാർ കൂടുതൽ പ്രിഫർ ചെയ്യാം. പക്ഷെ എനിക്കെന്തോ അവിടുന്ന് പോകണം, ചിലപ്പോ ഇതായിരിക്കും ബ്രേക്ക് ചെയ്തതിന്റെ കുറച്ചുകൂടെ ഒരു വൈഡർ എക്സ്പോഷർ കിട്ടുക എന്നുള്ള രീതിയിൽ ഞാൻ വിമൻസിന്ന് ക്വിറ്റ് ചെയ്ത് പോണ്ടിച്ചേരിയിൽ ജോയിൻ ചെയ്യാനുണ്ടായത്. പോണ്ടിച്ചേരിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്തും എനിക്ക് ആ വർഷത്തെ ജാമ്യയുടെ എക്സാം എഴുതണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലൊന്നും പറയാണ്ട് എന്റെ ചേച്ചിയായിട്ട് മാത്രം ഡിസ്കസ് ചെയ്ത് ഞാൻ എൻട്രൻസിന് അപ്ലൈ ചെയ്തു. പക്ഷെ ജാമ്യയുടെ എൻട്രൻസിന് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഡൽഹിയിൽ പോയിട്ട് തന്നെ എൻട്രൻസ് എഴുതണം. അപ്പോ കൊറോണ പീക്കായിട്ട് നിൽക്കുന്ന സമയമാണ് 2020 ആ ഒരു ടൈം. അപ്പോ നവംബറിലായിരുന്നു എക്സാം. ഡിലേ ആയി ജൂണിലൊക്കെ നടക്കേണ്ടിരുന്ന എക്സാം നവംബറിലാണ് നടക്കുന്നത്. അങ്ങനെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ എക്സാം എഴുതാൻ പോവാണ് നവംബറിൽ. അങ്ങനെ ഒരു എക്സാം ഞാൻ 2 അപ്ലൈ ചെയ്തു. പക്ഷെ ഒരെണ്ണത്തിന് എനിക്ക് എഴുതാൻ പറ്റിയിട്ടുള്ളൂ. ആ ഒരു സമയത്ത് പോയി എഴുതാൻ എനിക്ക് പറ്റിയുള്ളൂ. ഞാൻ ജാമ്യ അതുവരെ ആ നവംബർ 2020 വരെ ഞാൻ ജാമ്യ ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഡൽഹി ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതും ആദ്യമായിട്ട് ആ സ്ഥലം കാണുന്നതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജാമ്യ എനിക്ക് കാണാൻ ഒരുപാട് ആഗ്രഹമായിരുന്നു. പക്ഷെ എന്റെ സെന്റർ ജാമ്യ അല്ലായിരുന്നു. എന്നിട്ടും സെക്യൂരിറ്റിയോടോ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഒരു 5 മിനിറ്റ് ജാമ്യന്റെ ഉള്ളിൽ കിട്ടി. എനിക്ക് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലം ആദ്യമായിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭൂതി വേറെ തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാൻ എപ്പോഴും എല്ലാരോടും പറയാറുള്ള പോലെ ആ ഒരു 5 മിനിറ്റ് എന്റെ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിച്ച അല്ലെങ്കിൽ എന്റെ തീരുമാനങ്ങളെ ഒരുപാട് മാറ്റിയ ഒരു 5 മിനിറ്റ് ആയിരുന്നു. ആ 7ാം നമ്പർ ഗേറ്റിലെ ഗാലിബിനെ കണ്ടപ്പോൾ എത്രമാത്രം എനിക്ക് സന്തോഷമായെന്ന് എനിക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയുന്നുണ്ടായില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, നാട്ടിലെത്തി. ഡിസംബർ ആയപ്പോഴേക്കും റിസൾട്ട് വന്നപ്പോഴോ എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് വിഷമം തോന്നി, ഒരുപാടേറെ വിഷമം തോന്നി. പക്ഷെ ആ വിഷമത്തിന് എനിക്ക് വിഷമിക്കാനൊരു റീസൺ ഉണ്ടോ ചോദിച്ചാൽ ജാമ്യയിൽ കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അതിനൊത്ത് പ്രിപ്പയറും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് അറിയാം. അങ്ങനെ വീണ്ടും മനസ്സോടെ പോണ്ടിച്ചേരിയിൽ ആ കോഴ്സ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതല്ല ഞാൻ ചെയ്യേണ്ട ഒരു സംഭവം, അല്ലെങ്കിൽ ഇത് ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു സാധനം അല്ല എന്നുള്ളത്. എങ്ങനെയൊക്കെയോ അവിടുത്തെ അസസ്മെന്റ്സും ഒരു സെമ്മ ഞാൻ ഫുള്ള് അവിടെ പഠിച്ചുകൊണ്ട് ഒരു സെമ്മ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഫെബ്രുവരിയിൽ ഞാനൊരു ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ആ ഒരു ഓറിയന്റേഷൻ ശരിക്കും എന്റെ ഒരു ഡിസിഷനെ ഫൈനലൈസ് ചെയ്യാനുള്ള ഒരു മൊമെന്റ് ആയിരുന്നു.
അപ്പോഴാണ് ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ ഈ കോഴ്സ് ക്വിറ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ ജാമ്യക്ക് വേണ്ടി നല്ലപോലെ അടുത്ത തവണ പ്രിപ്പയർ ചെയ്യുന്നുള്ളത്. ആ സമയത്താണ് ശരിക്കും ഈ ഗ്യാപ്പ് ഇയർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത്. കുറെ പേര് ഇതേപോലെ മുമ്പും ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി കിട്ടാനിട്ട് ഒരു വർഷം അതിനുവേണ്ടി മാറ്റി വെച്ച് പഠിച്ച്, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും നീറ്റിനും എഞ്ചിനീയറിംഗിനും ഒക്കെയാണ് ഇങ്ങനത്തെ ഒരു പ്രവണത കാണുക. ഈ വർഷങ്ങളോ 1 or 2 വർഷമൊക്കെ ഇരുന്ന് ആ യൂണിവേഴ്സിറ്റിക്ക് പഠിച്ച് എഴുതാന്നുള്ളത്. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ വെച്ചാൽ ഒരുപാട് പേര് ഹ്യൂമാനിറ്റീസിലും ഇതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കയറാൻ തന്നെ ഒരുപാട് പേര് അങ്ങനെ ഗ്യാപ്പ് ഇയർ എടുത്ത് അതിനുവേണ്ടി പഠിച്ച് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റികൾ കയറുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അത് അത്ര പ്രിവലന്റ് ആയിരുന്നില്ല. അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഗ്യാപ്പ് ഇയർ എടുക്കാന്നുള്ളത്. പക്ഷെ ഞാൻ തീരുമാനിച്ചാൽ പോരല്ലോ, വീട്ടുകാരെ സമ്മതിക്കണല്ലോ. അങ്ങനെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യലായി അടുത്ത പണി. കാരണം നമുക്കുള്ള ഒരു സംഭവമാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു സീറ്റ് ഉണ്ട്, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വല്ലാതെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതും ഒഴിവാക്കിയിട്ട് ഒരു ബാക്കപ്പും ഇല്ലാണ്ട് ഒരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. അതാണെങ്കിൽ ആദ്യ തവണ എഴുതി കിട്ടിയോ അതും ഇല്ല. അപ്പൊ എന്തോ ഉറപ്പില്ല. രണ്ടാമത്തെ തവണ എഴുതാൻ ചോദിച്ചപ്പോ എനിക്ക് ഇല്ല, ഞാൻ പഠിക്കും, ഞാൻ കയറും, എനിക്ക് അത് മാത്രമേ എനിക്ക് അറിയൂ, അല്ലെങ്കിൽ ജാമ്യമാണ് എന്റെ ഏറ്റവും അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള ആഗ്രഹം, എനിക്ക് അത് നേടിയേ തീരൂ എന്നുള്ള ഒരു ഉത്തരം മാത്രമേ എനിക്ക് എന്റെ പേരൻസിനോട് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് കൺവിൻസിങ്ങും ഒരുപാട് ഉറപ്പ് കൊടുത്തിട്ടൊക്കെ എന്നെ ക്വിറ്റ് ചെയ്യാൻ സംഭവിച്ചു. അങ്ങനെ ക്വിറ്റ് ചെയ്തു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഒരു ഫെബ്രുവരി മാർച്ച് ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ക്വിറ്റ് ചെയ്തു. അതും ഒരു ലോങ് പ്രോസസ് ആയിരുന്നു. ഞാൻ ആ സമയത്ത് ഇപ്പൊ തിരിഞ്ഞ് ആലോചിക്കുമ്പോ എനിക്ക് എവിടെ നിന്നാ എത്ര ധൈര്യം കിട്ടിയത് ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു പ്രിപ്പറേഷന്റെ പ്രോസസ്സിലായി ജാമ്യയിലോട്ട് പഠിക്കാൻ. പക്ഷെ സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും എന്താണ് അൺസർട്ടനിറ്റി എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഒന്നും ഇല്ലാത്തതിന്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. കൂടെ ഉള്ളവര് പഠിച്ചു പോവാണ് പോണ്ടിച്ചേരിയിൽ, എന്റെ സ്കൂളിൽ ഉണ്ടായിരുന്നവരൊക്കെ അവരും കോഴ്സസ് ചെയ്യാണ്, എനിക്കാണെങ്കിൽ ഒന്നുമില്ല, ഉള്ളത് ഞാൻ ഒഴിവാക്കിയിട്ട് അങ്ങിരിക്കുകയാണ്. അപ്പോ ഒന്നുമില്ല എന്നാ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ആകെ ടെൻഷൻ പിടിച്ചൊരു സമയം. അങ്ങനെ അക്കൊല്ലത്തെ എക്സാം നടന്നത് ഓഗസ്റ്റിലാണ്. അപ്പൊ ഇത്തവണ ഞാൻ തീരുമാനിച്ചു, കഴിഞ്ഞ തവണ ആകെ 2 അപ്ലൈ ആയിട്ട് 1 ഞാൻ എഴുതാൻ പോയിട്ടു. ഇത്തവണ ഞാൻ 3 അപ്ലൈ 3 എഴുതുന്നത് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ 3 സബ്ജക്ട്സ് എഴുതാനായിട്ട് ഞാൻ ഡൽഹിക്ക് വണ്ടി കയറുകയാണ്. ഡൽഹിക്ക് കയറി ഒരു കൂട്ടം കുട്ടികൾ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഗ്യാപ്പ് ഇയർ എടുത്ത കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ, 1 or 2 പേരുണ്ടായിരുന്നു. അതിനകത്ത് ഒരാൾ ഞാനായിരുന്നു. അപ്പോ എല്ലാരും ഇങ്ങനെ എന്നെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു, ഗ്യാപ്പ് ഇയർ ഒക്കെ എടുത്തിട്ട് ജാമ്യം എഴുതാൻ വരുന്ന ഒരു ഇത് എന്നുള്ളത്. പക്ഷെ എനിക്ക് തന്നെ ഉറപ്പില്ല എനിക്ക് കിട്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ പോയി. ഒരുപാട് നല്ല ചൂടുള്ള സമയത്തായിരുന്നു ആ കൊല്ലത്തെ എക്സാം. അങ്ങനെ പോയി 2ാമത്തെ 3ാമത്തെ പരീക്ഷയൊക്കെ എഴുതി. അവസാനം ഡൽഹിയിൽ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ഒരുപാട് വിഷമത്തോടെ കരഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും ഡൽഹിയിൽ നിന്ന് തിരിച്ചു പോകുന്നത്. കാരണം എനിക്ക് തിരിച്ച് അവിടേക്ക് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയില്ല. ഇപ്പം ഒരു ഉറപ്പും ഇല്ലാണ്ട്, അല്ലെങ്കിൽ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ പോലും എനിക്ക് അറിയില്ല എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ റിസൾട്ടിനുള്ള കാത്തിരിപ്പായി. അപ്പോഴേക്കും പലരും പറഞ്ഞു ആകെ ഒന്നിൽ മാത്രം റിലൈ ചെയ്യരുത്, വേറെ പലയിടത്തും അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ DUലും HCUലും AMUലും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ അപ്ലൈ ചെയ്തു. എനിക്ക് അവിടത്തെയൊക്കെ റിസൾട്ട് മെല്ലെ വരാൻ തുടങ്ങി. അവിടെയൊക്കെ എനിക്ക് കിട്ടി. പക്ഷെ എനിക്ക് അവിടെ ഒന്നും കിട്ടിയാൽ പോരായിരുന്നു, എനിക്ക് ജാമ്യ തന്നെ പഠിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ജാമ്യന്റെ റിസൾട്ട് വന്നു. എനിക്കൊന്ന് ഒക്ടോബർ സമയത്താണെന്ന് തോന്നുന്നു റിസൾട്ട് വന്നത്. ആദ്യത്തെ സബ്ജക്ട് റിസൾട്ട് വന്നു, എനിക്ക് കിട്ടിയില്ല. അന്നത്തെ ദിവസം ഞാൻ ഒരുപാട് ഏറെക്കായിരുന്നു. ഇനി ഞാൻ പഠിക്കുന്നില്ല എന്ന് വരെ ഞാൻ തീരുമാനിച്ചിരുന്നു അന്നൊക്കെ. അന്ന് ഞാൻ അങ്ങനെ തീരുമാനിച്ചു. ഞാൻ എന്റെ വീട്ടിൽ അങ്ങനെ പറഞ്ഞു. കാരണം ഞാൻ അത്രയും ഞാൻ ഡിസ്ഹാർട്ടൻഡ് ആയി. കാരണം നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് വർഷം മാറ്റി വെച്ച് കോഴ്സ് ക്വിറ്റ് ചെയ്ത് നമ്മൾ നിന്നിട്ട് നമുക്കത് കിട്ടിയില്ല എന്ന് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്രയും ആഗ്രഹിച്ച് അത്രയും സ്വപ്നം കണ്ട് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എത്രയോ നാളുകൾ അതിനു വേണ്ടി മാത്രം മാറ്റി വെച്ച് നിന്നിട്ട് അത് കിട്ടാണ്ടാവുമ്പോ ഉണ്ടാവുന്ന ഒരു വേദന, അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അത് ഇതിലൂടെ കടന്നുപോയ പലർക്കും മനസ്സിലാവുന്നുണ്ടാവും, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ അത് വന്നു. അപ്പോ എല്ലാരും എനിക്ക് ഇനി പഠിക്കണം എന്നുണ്ടായില്ല, എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോ അതിനുശേഷം എല്ലാരും എന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു ഇനിയിപ്പോ അങ്ങനെ ഇതാക്കണ്ട, ഡൽഹി പഠിക്കണം എന്നായിരുന്നില്ലേ, DUൽ അപ്ലൈ ചെയ്തോ, ലൈക് DUന്റെ ഇത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ DUല് എനിക്ക് മെറിറ്റ് ആയിരുന്നു ആ സമയം. DUല് എനിക്കൊന്ന് ആക്കൊല്ലായിരുന്നു ലാസ്റ്റ് ഇയർ മെറിറ്റ് എടുത്തെന്ന് തോന്നുന്നു. അങ്ങനെ DUല് എനിക്ക് സാക്കിർ ഹുസൈൻ കോളേജിൽ BA പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സിന് കിട്ടി. അങ്ങനെ സാക്കിറിന്റെ ക്ലാസ്സസ് ഓൺലൈനായിട്ട് തുടർന്നു. കാരണം അക്കൊല്ലവും കൊറോണ ഇങ്ങനെ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സാക്കിറിന്റെ ക്ലാസ്സസ് തുടങ്ങി. നല്ല ഫാക്കൽറ്റിയും നല്ല ആൾക്കാരും ഒക്കെ ആയിരുന്നു. പക്ഷെ എന്നിട്ടും ജാമ്യ മനസ്സിലൊരു വിങ്ങലായിട്ട് തന്നെ തുടർന്നു. അങ്ങനെ വീട്ടിലിരുന്ന് ചടച്ച് കുത്തി ഒരു 1.5 കൊല്ലം 2 കൊല്ലമൊക്കെ 1.5 കൊല്ലമൊക്കെ ഏകദേശം വീട്ടിൽ തന്നെ ഇരുന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഡൽഹിയിൽ പോകണമെന്നായി. അങ്ങനെ വീട്ടിൽ ഒരുപാട് പറഞ്ഞ് സമ്മതിപ്പിച്ച് ഞാൻ ഡൽഹിക്ക് വണ്ടി കയറി വീണ്ടും. അതൊരു ഡിസംബറിലായിരുന്നു. ഞാൻ പോയത് ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് വിജയനഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിൽക്കാനാണ്.
അവിടെ ഒരു അരമാസത്തോളം നിന്ന് അതിന്റെ ടുവേർഡ്സ് ദി എൻഡിലാണ് എന്റെ ഫോണിൽ ഒരു മെയിൽ വരുന്നത്. സ്പോട്ട് അഡ്മിഷൻ ഞാൻ എഴുതിയ അവസാനത്തെ കോഴ്സിന് BA പ്രോഗ്രാമിന് വിളിച്ചിട്ടുണ്ട്, എഴുതിയവർക്കൊക്കെ അപ്ലൈ ചെയ്യാം, റാങ്ക് അനുസരിച്ച് വേക്കൻസി സീറ്റ്സ് ഉണ്ടെങ്കിൽ ഇതാക്കാം. അന്ന് ഞാനിങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ജാമ്യയിലോട്ട് കയറാൻ വേണ്ടി ചെയ്തു. ഇതും കൂടെ ചെയ്ത് നോക്കണോ എന്നൊക്കെയുള്ള ആശയക്കുഴപ്പത്തിലായിരുന്നു. പക്ഷെ എന്റെ ഉമ്മച്ചി പറഞ്ഞു, ചെയ്തോ, നീ ഇത്രയും ചെയ്തതല്ലേ, നീ അതും കൂടെ ചെയ്യുന്നത്. അങ്ങനെ ഞാന് സ്പോട്ട് അഡ്മിഷന് കൊടുത്തു. ഡിസംബർ അവസാനം ജാനുവരി 1 2022 ജാനുവരി 1 ഞാൻ ജാമ്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. കാരണം എനിക്ക് അവിടെ നിന്ന് ശരിയാവാണ്ട് ഞാൻ അക്കോമഡേഷൻ ജാമ്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. അന്നിപ്പോഴും എന്റെ ക്യാബ് ജാമ്യന്റെ ഫ്രണ്ടിൽ കൂടെ പോയ സമയത്ത് ജാമ്യയുടെ ഗേറ്റ് നമ്പർ 7 നോക്കി ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു. എനിക്ക് കിട്ടാതെ പോയൊരു സാധനമാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് ചേരാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ഇടമാണല്ലോ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ അവിടെ പോയി എന്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഫോൺ നോക്കി ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ എന്റെ റിസൾട്ട് വന്നോന്ന് ഇങ്ങനെ നോക്കിയപ്പോ ഒരു വീഡിയോ സ്പോട്ട് അഡ്മിഷൻ റിസൾട്ട് വന്നു എന്നുള്ളത്. അങ്ങനെ കയറി ലോഗിൻ ചെയ്ത് നോക്കിയപ്പോ എനിക്ക് ജാമ്യ കിട്ടി. എനിക്ക് ആ മൊമെന്റ് ഇപ്പോഴും ആലോചിക്കുമ്പോ സന്തോഷാണോ സങ്കടാണോ എന്തെന്ന് എനിക്ക് പറഞ്ഞ് ഒരാളെ മനസ്സിലാക്കിപ്പിക്കാൻ കഴിയാത്തൊരു നിമിഷമായിരുന്നു അത്. ഒരുപാട് കരയണോ ചിരിക്കണോ ഒന്നൊന്നും അറിയില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഉടനെ എന്റെ ഉമ്മച്ചീനെ വിളിച്ചു, പറഞ്ഞു ഒരുപാട് സന്തോഷമായി ഉമ്മച്ചിക്ക്. പക്ഷെ അന്നേരം വീണ്ടും ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ വന്നു. കാരണം എന്താ വെച്ചാല് വിമൻസ് വിട്ടു, പോണ്ടിച്ചേരി വിട്ടു, ഇനിയിപ്പോ DU ഞാൻ ഓണേഴ്സ് ചെയ്യാണ്. അപ്പൊ ഓണേഴ്സിന് ഒരു സാധാ BA പ്രോഗ്രാമിലോട്ടാണ് ഞാൻ ഇപ്പൊ ക്വിറ്റ് ആണെങ്കിലും പോകുന്നത്. അപ്പൊ ഈ ഡിസിഷൻ ഒരു ഭയങ്കര ഭാരിച്ച തീരുമാനമാണ്. അപ്പൊ അത് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ അത് എടുത്താൽ ശരിയാവുമോ എന്നുള്ള ഒരുപാട് വ്യാകുലതകളും സംശയങ്ങളും ഒക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നു. അങ്ങനെ ഞാൻ കുറെ പേരെ വിളിച്ചു, എന്റെ അടുപ്പുള്ള കുറച്ചു പേരൊക്കെ ഞാൻ വിളിച്ചു. അപ്പൊ അവരൊക്കെ പറഞ്ഞു, ഇനി എന്താ ആലോചിക്കുക, നീ ഇത്രയും ആഗ്രഹിച്ച സാധനമാണ്, ഇത്രയും കൊല്ലം കഴിഞ്ഞ് നിനക്കായിട്ട് കിട്ടിയതാണ്, നിനക്കുള്ളതാണ്, നീ എന്തായാലും എടുക്കുമെന്ന് പറഞ്ഞു. ജാമ്യയിൽ അഡ്മിഷൻ എടുക്കാൻ പേരൻസിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജാനുവരി 2 2ഉം 3ഉം പോയി അഡ്മിഷൻ എടുക്കണ്ടേ. അപ്പൊ എന്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു, അവരുടെ ഒപ്പം പോയി ഞാൻ അഫിഡവിറ്റ് ഒക്കെ ചെയ്യുന്നു. അപ്പൊ പോലും എനിക്ക് സംശയമായിരുന്നു, ഇത് ഞാൻ ഫൈനലൈസ് ആവുമോ, ഞാൻ ജാമ്യ പഠിക്കുമോ, എനിക്കത് വിശ്വാസം ആവുന്നില്ല ജാമ്യയിൽ അഡ്മിഷൻ കിട്ടി എന്നുള്ളൊരു കാര്യം. അങ്ങനെ ഫൈനലി എന്റെ ഫാക്കൽറ്റിയിൽ കൊണ്ടുപോയി പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഉമ്മച്ചീനെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പൈസ ഒക്കെ ഞാൻ അടച്ചു, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ എന്റെ ഉമ്മച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെ എന്റെ മോളുടെ 2 കൊല്ലത്തെ ആഗ്രഹം ഫൈനലി നടന്നിരിക്കാണ്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ഓക്കെ ഞാൻ ജാമ്യയിലൊരു സ്റ്റുഡന്റ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ജാമ്യയിലോട്ട് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത്. ആ ഒരു മൊമെന്റ് എന്റെ ലൈഫിൽ എപ്പോഴും ട്രഷർ ചെയ്യുന്ന, ഒരുപാടേറെ മനസ്സിനോട് ചേർത്ത് വെക്കുന്ന ഒരു നിമിഷമാണ്. അങ്ങനെ അവിടെ കുറച്ച് നാളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു. അപ്പോ എന്റെ സീനിയറിനോട് ചോദിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അപ്പൊ എനിക്കിനി ജാമ്യയിൽ കയറാൻ പറ്റുമല്ലേ, ഇനി ആരും എന്നോട് ചോദിക്കില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി തടഞ്ഞു വെക്കുമല്ലോ, നമ്മൾ ജാമ്യയിലെ സ്റ്റുഡന്റ് ആയല്ലോ. അങ്ങനെ ഞാൻ ജാമ്യയിലെത്തി. അതായിരുന്നു എന്റെ ജാമ്യയിലോട്ടുള്ള ജേർണി. ഇതിപ്പോ എനിക്ക് എത്ര വെട്ടിച്ചുരുക്കി പറയാൻ പറ്റുമോ ഞാൻ അത്രയും വെട്ടിച്ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് കേൾക്കുന്ന പല കഥകളും നമുക്ക് തോന്നും ഒന്ന് കഴിഞ്ഞു മറ്റത് അവര് പെട്ടെന്ന് നേടി എന്നുള്ളത്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. അത് ചിലപ്പോ നമുക്ക് ഇച്ചിരി നേരത്തിനുള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാവും. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഓരോ മനുഷ്യന്മാർക്കും ഓരോ കഥയുണ്ട്. അവരുടെ സ്വപ്നങ്ങളിലോട്ട് എത്താൻ അവർക്ക് ഓരോ കഷ്ടപ്പാടുകളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ താണ്ടിയിട്ടാണ് അവര് ആ സ്വപ്നത്തിലോട്ട് എത്തുന്നത്. അപ്പോ അത് ഭയങ്കര വേർത്തിയാണ്. നമ്മൾ കാണുന്ന സ്വപ്നം, ആ സ്വപ്നത്തിനോട് നമ്മൾ എത്രമാത്രം ജസ്റ്റിസ് കാണിക്കുന്നു, ആ സ്വപ്നത്തിന് എത്രമാത്രം നമ്മൾ എഫേർട്ട് ഇടുന്നു, ആ സ്വപ്നം എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മൾ നേടുന്നത് എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ പിന്നെ തിരിച്ച് നാട്ടിൽ വന്നു. ഓൺലൈൻ ആയിരുന്നു. പിന്നെ അടുത്ത ഓഗസ്റ്റിനാണ് ഞാൻ തിരിച്ചു പോകുന്നത്. എന്റെ എനിക്കൊന്നും 3rd സെമ്മോ 2nd സെമ്മോ എന്തോ ആയപ്പോഴാണ് നമ്മുടെ ജാമ്യയിലെ ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫ്ലൈൻ ആയിട്ട്. ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടിയാണ് പോകുന്നത്. ജാമ്യ ഇപ്പോ ഞാൻ അസീം പ്രേംജിയിൽ ഇരുന്ന് ഇങ്ങനെ നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോ ജാമ്യ എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഏടാണ്, ഏറ്റവും മനോഹരമായ ഒരു ചാപ്റ്ററാണ്. കാരണം ഞാൻ അവിടുത്തെ ക്ലാസ് റൂമുകളിൽ നിന്ന് ഏറെ പഠിച്ചിട്ടുള്ളത് അവിടുത്തെ മനുഷ്യന്മാരിൽ നിന്നാണ്. ഒരുപാട് കാര്യങ്ങൾ, അത് സഹജീവികളോട് എങ്ങനെ പെരുമാറണം എന്ന് തുടങ്ങി, എങ്ങനെ നമ്മൾ ഓരോ സംഭവങ്ങളെ കാണണമെന്നും, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഓരോ സൂക്ഷ്മത പുലർത്തണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഏറ്റവും ബേസിക് മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുള്ളത് അവിടുത്തെ മനുഷ്യന്മാരിൽ നിന്നാണ്. ഒരു പക്ഷെ എനിക്കിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ ജാമ്യയിൽ ഒരുപാടേറെ സൗകര്യങ്ങൾ ഞാൻ അത്ര നന്നായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ലൈബ്രറി ആവാം, ചിലപ്പോൾ ഫാക്കൽറ്റികളാവാം. പക്ഷെ അവരുടെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴും അവർ പറയുന്ന കേൾക്കുമ്പോഴും ഒക്കെ വല്ലാത്ത
അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരു പുസ്തകവും ഇല്ലാണ്ട് ക്ലാസ്സിൽ വന്ന് ഒരു വളരെ എളുപ്പത്തില് ഓരോ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞറിയിക്കുമ്പോൾ, നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നലുണ്ട്. നമ്മുടെ ക്ലാസ് മുറി നിറയെ, ഞാൻ എന്റെ ക്ലാസ്സിൽ ഒരേ ഒരു മലയാളിയായിരുന്നു. അപ്പൊ ക്ലാസ് മുറി നിറയെ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളും ഒരു പുതിയ ഭാഷ, ഹിന്ദി എന്ന പുതിയ ഭാഷ പഠിക്കുന്നതും അവിടെ ജീവിക്കാൻ ശ്രമിക്കുന്നതൊക്കെ പുതിയ പുതിയ അനുഭവങ്ങളായിരുന്നു. ഒരുപാട് തവണ ഫെയിൽ ചെയ്തിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പതറി നിന്നു പോയിട്ടുണ്ട്. പക്ഷെ ജാമ്യയും ഡൽഹിയും എന്നെ വല്ലാണ്ടും വീണ്ടും മുന്നോട്ട് പോവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ കുറെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് സ്വയം ചെയ്യാൻ പഠിച്ചത്. നമ്മള് നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അത് തന്നെ കാണിക്കുന്നുണ്ട് നമ്മള് ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷനിലും നമ്മൾ അവിടെ അതിജീവിച്ച് പോകുന്നുള്ള ഒരു റെഡിനെസ് അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ജാമ്യയിൽ കുറെ കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ജാമ്യയിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എനിക്ക് അവിടെ ഉണ്ടായ മനുഷ്യബന്ധങ്ങളും ഞാൻ അവിടെ നിന്ന് പഠിച്ച ഓരോരോ കാര്യങ്ങളുമാണ്. അത് തന്നെയാണ് ഞാനിപ്പോ MA ഡെവലപ്മെന്റ് എടുക്കാൻ തന്നെ കാരണം. സോഷ്യൽ സെക്ടറിലാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധം എന്നില് കൊണ്ടെത്തിച്ചത് ജാമ്യയും ഡൽഹിയുമാണ്. അവിടുത്തെ മനുഷ്യന്മാരും ഞാൻ അവിടെ കണ്ട ജീവിതങ്ങളുമാണ്, അവിടെ ചെയ്തിട്ടുള്ള വോളണ്ടിയറിങ് ആക്ടിവിറ്റീസും പാലിയേറ്റീവ് കെയറിലെ ഓരോരോ മനുഷ്യന്മാരും. നമ്മൾ കാണുന്ന ഓരോ മനുഷ്യന്മാരും ഓരോ കഥകളാണ്. അവർ പറയുന്ന കഥകളിൽ അറിയാം നമുക്ക് എന്തൊക്കെ ഇനി ചെയ്യാൻ പറ്റും, നമ്മൾ ഇനി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരുപാട് വലിയ വലിയ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ ഒരു ചിത്രത്തിന്റെ ചുവട് പിടിച്ച് എനിക്ക് സോഷ്യൽ സെക്ടറിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ച്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ എന്റെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകണം തീരുമാനിച്ചാണ് ഞാൻ ഡെവലപ്മെന്റിലോട്ട് വന്നെത്തുന്നത്. ജാമ്യയെ കുറിച്ച് പറയുമ്പോൾ നമ്മള് കാണുന്നൊരു സ്വപ്നവും ശരിക്കുള്ള റിയാലിറ്റിയും ഒരുപാട് വ്യത്യാസമായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ സൗകര്യങ്ങളും ഉള്ള, അല്ലെങ്കിൽ നമുക്ക് അത്രയും എളുപ്പമുള്ള ഒരു എൻവയൺമെന്റ് ഒന്നുമല്ല. ഡൽഹി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരുപാട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അപ്പൊ അവിടെ ജീവിക്കുമ്പോൾ അതിന്റേതായ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഓൾറെഡി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ അതിന്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നോ അതിനൊരു റിസൾട്ട് എന്തായാലും അവിടെ നിന്ന് ഉണ്ടാവും. കാരണം ജാമ്യയിലെ ലൈബ്രറികളും ജാമ്യയിലെ ക്ലാസ് റൂമുകളും ജാമ്യയിലെ ലോണുകളും ജാമ്യയിലെ മനുഷ്യന്മാരും നിങ്ങൾക്ക് ഒരുപാടേറെ കഥകൾ പറഞ്ഞു തരാനും പാഠങ്ങൾ പറഞ്ഞു തരാനും അവരവിടെ ഉണ്ട്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമല്ല, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അത്രയും മനോഹരമായ, നമുക്ക് കേൾക്കാൻ ഒത്തിരി ഇഷ്ടം തോന്നുന്ന കുറെ കഥകളുണ്ട് അവിടെ. അപ്പോ ഇതൊക്കെയാണ് എനിക്ക് ജാമ്യ എന്ന് പറയുമ്പോൾ എനിക്ക് വാതോരാതെ സംസാരിക്കാൻ കഴിയും ജാമ്യയെ കുറിച്ച്. പക്ഷെ അതല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് ഇന്ന് അതല്ല പറയാനുള്ളത്. നിങ്ങൾ സ്വപ്നം കാണുക, ഒരുപാട് ആ സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കുക, ആ സ്വപ്നത്തെ ഒരുപാട് ചേർത്ത് പിടിക്കുക, നിങ്ങളുടെ ഒരു വിശ്വാസം നിങ്ങൾ അർപ്പിക്കുക. അത് കൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അതിന് എത്രമാത്രം നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുന്ന എൻവയോൺമെന്റ് ആണെങ്കിലും അതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നൊരു സംഭവം വായിച്ചു പോയപ്പോ അതിനകത്ത് എഴുതിയിരുന്നൊരു സാധനമുണ്ട്. ചിൽഡ്രൻസ് ആർ നോട്ട് ദ തിങ്സ് ടു ബി മോൾഡഡ് ബട്ട് ആർ തിങ്സ് ദാറ്റ് ടു ബി അൺവീൽഡ്. അല്ലെങ്കിൽ നമുക്ക് ഇനിയും ആർ പേഴ്സൺസ് ടു ബി അൺവീൽഡ് എന്നുള്ളത്. നമുക്ക് ഒരുപാട്, ഓരോ വ്യക്തിയും ഓരോ യൂണീക് കോമ്പിനേഷൻ ആണ്. അവർക്ക് അവരുടേതായ ഒരുപാട് കഴിവുകളും കുറവുകളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് മോൾഡ് ചെയ്തെടുക്കേണ്ട, അല്ലെങ്കിൽ പേരൻസ് അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനൊരു പ്രൊഫഷനിലോട്ട് മോൾഡ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളല്ല കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്നുള്ളത്. അവരുടേതായി അവരൊരു പാത കണ്ടുപിടിച്ച് അത് വെട്ടിത്തളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൾച്ചർ ഉണ്ടാവണം. അതിനുള്ള ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരുപാട് സ്പേസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് എന്നെ പോലെയുള്ള ഒരുപാട് പേര് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും പല യൂണിവേഴ്സിറ്റികളിലായിട്ട് ഇന്ത്യയിൽ പഠിക്കുന്നത്. നമ്മുടെ വീടിൽ നിന്ന് മാറി നിന്ന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണെങ്കിലും നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതും ഒരിക്കലും 3 കൊല്ലം കഴിയുമ്പോൾ നമുക്കതൊരു നഷ്ടമായി തോന്നാത്തതും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതും. അപ്പോ ഞാന് ഈ ഒരു ചെറുതെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് വലിയ സംസാരം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇത്രേ പറയാനുള്ളൂ. ട്രൈ അഗൈൻ. ഈവൻ ഇഫ് യു ഫെയിൽ, ട്രൈ അഗൈൻ. ട്രൈ ഇറ്റ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആൻഡ് just see if it is that for you. നിങ്ങൾക്ക് ഉള്ളതാണെങ്കിൽ that is meant for you, you will get it. Otherwise just leave it. But always try. Make sure to try and dream high. Thank you.